ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. പല്ലിന് നല്ല വെളുപ്പ് നിറം ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ. പല്ലിന് നിറവും തിളക്കവും കളയുന്നതിൽ നമ്മൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളും കാരണമാവുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളെല്ലാവരും ദിവസവും രാവിലെ ചായ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. കടുപ്പത്തിൽ ചായ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ചായയ്ക്ക് നിറം നൽകുന്ന ടാനിൻ എന്ന രാസവസ്തു നമ്മുടെ പല്ലുകളുടെ നിറവും നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടിയ ചൂടിൽ ചായ കുടിക്കുമ്പോൾ അത് ഒഴിവാക്കുക. ചായ മാത്രമല്ല, കട്ടൻ കാപ്പിയും കുടിക്കുന്നവരും ഇതേ റിസ്ക് ഉള്ളവരാണ്. അല്പം പാൽ ചേർത്ത് കുടിച്ചാൽ നമുക്ക് ഈ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും. ഇന്നത്തെ കുട്ടികളെല്ലാം സോഫ്റ്റ് ഡ്രിങ്കുകളുടെ പിന്നാലെയാണ്. ന്യൂ ജനറേഷൻ കുട്ടികളോടായി പറയുകയാണെങ്കിൽ, പല്ലിൻ്റെ നിറം മാത്രമല്ല തിളക്കവും ഇല്ലാതാക്കുന്നു. സോഫ്റ്റ് ഡ്രിങ്കുകൾ അടങ്ങിയിരിക്കുന്ന സിട്രിക് ആസിഡ് പല്ലിൻ്റെ ഇനാമൽ ദ്രവിപ്പിക്കുന്നു. ബ്രഷ് ചെയ്യുമ്പോഴും വായിൽ വെള്ളം കൊള്ളുമ്പോഴും ഒക്കെ പുളിപ്പ് അനുഭവപ്പെടും. ഇത് ഇനാമൽ ദ്രവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. മധുര പലഹാരങ്ങൾ ചേർക്കുന്ന നിറങ്ങൾ, മിഠായിയിലുള്ള നിറങ്ങൾ എന്നിവയൊക്കെ പല്ലിൻ്റെ നിറം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം ഒഴിവാക്കുന്ന കാര്യം അത്ര എളുപ്പമല്ലെങ്കിലും ഇത്തരത്തിലുള്ള ഉപയോഗം നമ്മൾ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ അത് മനസ്സിലാക്കിയിരിക്കുക. കഴിച്ചാൽ ഉടൻ തന്നെ വായ കഴുകുക. അത് നമുക്ക് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. പല്ലിൽ കറകൾ ഫോം ചെയ്യാതിരിക്കാൻ ദിവസവും 2 നേരം ബ്രഷ് ചെയ്താൽ മതി. കൂടുതൽ സോഫ്റ്റ് ബ്രസിൽസ് ഉപയോഗിച്ചാൽ പല്ല് വേണ്ടതുപോലെ ക്ലീൻ ആവത്തില്ല. അതുപോലെ കറ പിടിക്കാനും ചിലരിലൊക്കെ സാധ്യത കാണുന്നുണ്ട്. ബ്രഷ് വാങ്ങുമ്പോഴും നമ്മൾ ഇത്തരത്തിൽ ശ്രദ്ധിക്കുക. ബ്രഷിൻ്റെ കവറിൽ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ 3 ടൈപ്പ് ഉണ്ടാകും. നമ്മുടെ പല്ലിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അനുയോജ്യമായത് ഉപയോഗിക്കുക. സോഫ്റ്റായിട്ടുള്ള ബ്രസിൽസ് ഉപയോഗിച്ചാൽ ചിലരിൽ കറ പിടിക്കാനും കാര്യങ്ങളിലും സാധ്യതയുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത്തരം ബ്രഷ് അവർക്ക് അനുയോജ്യമല്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. വല്ലപ്പോഴൊക്കെ മാവില കിട്ടുമ്പോൾ അത് ഉപയോഗിച്ചൊന്ന് പല്ല് തേച്ച് നോക്കൂ. പല്ലിൻ്റെ കറകൾ മാറാൻ മാത്രമല്ല, പല്ല് കേടാവുന്നത് തടയാനും ഇത് സാധിക്കും. നമ്മുടെ കാർന്നവന്മാരൊക്കെ ഇത്തരത്തിലുള്ള നാടൻ രീതികളാണ് ഉപയോഗിച്ചിരുന്നത്. ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ പല്ല് തേക്കുക. ബ്രഷ് ഉപയോഗിച്ച് സാധാരണ പല്ല് തേച്ച ശേഷം വേണം നമ്മളിത് ചെയ്യാനായിട്ട്. നാരങ്ങ നീരും ഉപ്പും ഉപയോഗിച്ച് കൈവിരൽ ഉപയോഗിച്ച് വേണം തേക്കാനായിട്ട്. ഇത് പല്ലിന് മോണയ്ക്കുമൊക്കെ നല്ലൊരു മസാജാണ് കിട്ടുന്നത്. പല്ല് നിരയത്തെയായി വരാനൊക്കെ ഈ രീതി നല്ലതാണ്. പല്ലിന് ചെറിയ വിടവോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൈകൊണ്ട് പല്ല് തേക്കുമ്പോൾ അതൊക്കെ കറക്റ്റ് ആവാറുണ്ട്. ഈ രീതിയിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിൽ കറകളൊക്കെ പിടിക്കുന്നത് നമുക്ക് തടയാൻ സാധിക്കും. കറകൾ ഉണ്ടായിട്ട് കറ മാറ്റാൻ ശ്രമിക്കുന്നതിലും എളുപ്പമല്ലേ കറ പിടിക്കാതിരിക്കാൻ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അറിവുകൾ പകരുന്ന ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കാനായിട്ട് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി ഉടൻ കാണാം. നന്ദി, നമസ്കാരം.